നമസ്കാരം. കേന്ദ്രം വടിയെടുത്തതോടെ അങ്ങനെ മണിപ്പൂർ സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ശക്തമായ നടപടികൾ തുടരുകയാണ് കേന്ദ്രം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ഇതുവരെ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ലഭിച്ച വിവരം. എന്നാൽ കലാപത്തിനിടെ കൊള്ളയടിച്ച ആയുധങ്ങൾ തിരികെ ഏൽപ്പിക്കണമെന്ന ലഫ്റ്റനന്റ് ഗവർണർ അജയ് ഭല്ലയുടെ അന്ത്യശാസനം തീവ്രവാദ ഗ്രൂപ്പുകളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നല്ലൊരു ശതമാനം ആയുധങ്ങൾ കലാപകാരികൾ തിരികെ ഏൽപ്പിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. തിരിച്ചേൽപ്പിക്കാനുള്ള കാലാവധി ഗവർണർ നീട്ടി നൽകിയ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ആയുധങ്ങൾ തിരികെ എത്തുമെന്നാണ് സർക്കാർ കരുതുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രസേന നടത്തിയ പരിശോധനയിൽ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ആയുധ ഗ്രൂപ്പുകൾക്കെതിരെയും കടുത്ത നടപടിയാണ് തുടരുന്നത്. 2 വർഷം മുമ്പ് നടന്ന ഒരു ഹൈക്കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു മണിപ്പൂരിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് അശാന്തിയുടെ തീ ആളിക്കത്തുകയായിരുന്നു. മണിപ്പൂരിൽ മൊയ്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിനെ എതിർത്ത് കുക്കി വിഭാഗം രംഗത്ത് എത്തിയിരുന്നു. ഇരു വിഭാഗങ്ങളും തെരുവിൽ ഏറ്റുമുട്ടിയതോടെ മണിപ്പൂരിന്റെ മണ്ണിൽ രക്തം ചീന്തി. 140-ലധികം ആളുകളായിരുന്നു 2.5 വർഷത്തിലധികമായി തുടർന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജീവൻ ഭയന്ന് 40,000-ഓളം പേരായിരുന്നു അന്യനാട്ടിലേക്ക് പോയത്. 100 കണക്കിന് സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 1000-ഓളം വീടുകളാണ് കലാപകാരികൾ തീയിട്ടത്. ക്രമസമാധാനം ഉറപ്പുവരുത്താനുള്ള ബീരേൻ സിംഗ് സർക്കാരിന്റെ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കിക്കൊണ്ടായിരുന്നു ഇരു ഗോത്ര വിഭാഗങ്ങളും സംസ്ഥാനത്ത് ഏറ്റുമുട്ടിയത്. പോലീസ് സേനയേക്കാൾ അംഗബലമുള്ള ഇവർ ആയുധങ്ങൾ കൊള്ളയടിച്ചതോടെ സ്ഥിതി രൂക്ഷമായി. കേന്ദ്രസേനയെ ഇറക്കിയായിരുന്നു സംസ്ഥാന സർക്കാർ ഇത് നേരിട്ടത്. 2023 മെയ് 3-നായിരുന്നു സംസ്ഥാനത്ത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. ശക്തമായ ശ്രമങ്ങൾക്കൊടുവിൽ നിരവധി തവണ സംഘർഷത്തിന് അയവ് വന്നു. എങ്കിലും അടിക്കടി പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വലച്ചു. എന്നാൽ മുഖ്യമന്ത്രിയായ ബീരേൻ സിംഗിനെ തലസ്ഥാനത്തു നിന്നും മാറ്റിയായിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നിർണായക നീക്കം നടത്തിയത്. അദ്ദേഹത്തിനൊരു പകരക്കാരൻ ഉണ്ടാകുന്നതിന് മുൻപേ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ഇതിലൂടെ സംസ്ഥാനത്തെ കൈപിടിക്കാൻ ഒതുക്കിയ കേന്ദ്ര സർക്കാർ കൂടുതൽ കേന്ദ്രസേനയും സംസ്ഥാനത്ത് വിന്യസിച്ചു. ഇതോടെ കലാപത്തിന് അന്ത്യം കുറിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു വർദ്ധിച്ചു. ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മതപരമാക്കി നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നു. ഇത്തരം നീക്കങ്ങൾക്കും മണിപ്പൂരിൽ വന്ന സമാധാനം തടയിടുകയാണ്. ഭാരതത്തിന്റെ രക്തം എന്നാണ് മണിപ്പൂർ അറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായും അല്ലാതെയുമുള്ള നിരവധി സവിശേഷതകളാണ് ഈ വിശേഷണം മണിപ്പൂരിന് നേടിക്കൊടുത്തിരിക്കുന്നത്. അങ്ങനെയിരിക്കെ കേവലം സംഘർഷങ്ങളുടെയോ അക്രമത്തിന്റെയോ പേരിലല്ല മണിപ്പൂരിനെ ലോകമറിയേണ്ടത് എന്ന ശക്തമായ തീരുമാനത്തിലാണ് അധികൃതർ. മണിപ്പൂരിനെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരിക്കും ഇനി കേന്ദ്രത്തിന്റെ ഓരോ നീക്കവും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.